നേരത്തെ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പറ. ഗുരുവായൂർ അമ്പലത്തിൽ പോയി രാവിലത്തെ കുറച്ച് വിഷ്വൽസും പരിപാടിയൊക്കെ നമ്മളെ എനിക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഇട്ടിട്ട് വരിക. വിഷ്വലൊക്കെ എടുത്തു, സെറ്റായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ല് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ പല്ലുപറ പരിപാടികളും അങ്ങനത്തെ കുറച്ച് തിരക്കുകളിലാണെന്ന്. പല്ലുപറ സീരിയസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ഗായ്സ്, സീ യു. പടിഞ്ഞാറ നടയത്തെ ക്യൂ ആണിത്. പടിഞ്ഞാറ നടയിൽ കൂടെ കയറാൻ നമ്മളുടെ ഇന്നലെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും മേടിച്ച് ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി ചായ കുടിച്ച് നേരെ പല്ല് പറിക്കാൻ പോകും. പല്ല് പറിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വ്ളോഗില്ല കേട്ടോ. ഞാൻ മുണ്ടു മടക്കി കുത്തേ. നമ്മളങ്ങനെ പല്ല് പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പറിച്ച് കഴിഞ്ഞ് വന്നിട്ട് കാണാം. നമ്മളിവിടെ എപ്പോഴും കാത്തിരിക്കുകയാണ്. ഒരു തൊട്ട് രാവിലെ അമ്പലത്തിൽ പോയ കാരണം കൊണ്ടാണ് യൂട്യൂബർ ചിന്നുണ്ട് അവിടെ. അറ്റത്തെ പല്ല പറിച്ച് വെച്ചേക്കണേ. തിരിച്ചു വരുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. പുതിയ വീഡിയോസ് ഞാൻ ഇടാറില്ല. ബെൽ ബട്ടൺ അമർത്തണമെന്നില്ല. ഉള്ള വീഡിയോ കൊണ്ട് സീനാക്കണ ആളെ ഞാനൊന്നും അറിയണില്ല ആളെ കുറിച്ച്. പല്ല് കുറച്ച് കഴിഞ്ഞു സംസാരിക്കാൻ വല്ല കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ, ഇന്ന് വ്ളോഗില്ല. ഹലോ കൂട്ടുകാരി, ഞങ്ങളിതാ ഇങ്ങനെ ഒരാളിവിടെ പല്ല് പറിച്ചിട്ട് അവർ പറഞ്ഞിട്ട് മിണ്ടരുത്, വായ കുറച്ച് അടക്കി വയ്ക്കാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. അമ്മൻ്റെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. എനിക്കെല്ലാവരും എനിക്ക് ഏകാദശിയും പല്ല് പറിച്ചറക്കണേ. ഓക്കെ, ബായ്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് എന്തായാലും പല്ല് പറിച്ചതല്ല, അപ്പോൾ തണുത്തത് കഴിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുൾ തണുത്തത്. ചോറ് കഴിക്കും, ചോറല്ല കഞ്ഞി എന്താണെങ്കിൽ കുടിക്കണമെങ്കിൽ ഒക്കെ തണുത്തത്. കറി ഉണ്ടെങ്കിൽ അതും തണുത്തത്, എല്ലാം തണുത്തതാണ് കുടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പാടുണ്ട്. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നല്ലേ. ഓക്കെ, കാക്കശ്ശേരി സൂക്കിക്ക് വന്നേക്കാം. എലൈറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ഞങ്ങളങ്ങനെ ഐസ്ക്രീം വാങ്ങി. 2025 മാതൃഭൂമിയുടെ കലണ്ടർ വാങ്ങി. മനോരമ മാതൃഭൂമി സാധനങ്ങൾ പഠിക്കാൻ വരണേ. ഞങ്ങൾ പോവുകയാണ്. കഞ്ഞി കളഞ്ഞെടുത്ത് കളയട്ടെ. കളയേ, അരമണിക്കൂറായി ഉണ്ടാവും. കഞ്ഞെടുത്ത് കളഞ്ഞോളാം. എന്നിട്ട് കൈ കൊണ്ട് കളഞ്ഞാൽ
ഞാൻ മൈക്കില്ലാണ്ട് വർത്തമാനം പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നൊന്ന് പറയട്ടോ. ഞങ്ങളിന്ന് രാവിലെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് ഉള്ള വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടു. ഇനി നന്നായി ആൾക്കാർ കാണണം. അതിന് കുറച്ച് സന്തോഷമുണ്ട് ഇപ്പം ഞങ്ങൾക്ക്. കുറച്ചല്ല, നല്ല സന്തോഷമുണ്ട്. വീട്ടിലെത്തിയിട്ട് വേണം കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ട് ഒന്നും കൂടി റീച്ചായോ നോക്കാൻ. ചാട്ടുകുളത്തെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്യാസിന്റെ ഇതിൻ്റെ ഉള്ള പൈപ്പ് അതൊന്നും അവിടെ കൊണ്ടു വെച്ചു. ഇത്ര പൈപ്പ് മതിയാ എല്ലായിടത്തേക്കുള്ളത്? മതിയാവോ? ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. നമുക്ക് വീട്ടിലെത്തുമ്പോൾ കാർത്തൂൻ്റെ മുഖഭാവം നോക്കാം. കാർത്ത് ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾ വന്നത്. കാർത്തൂനെ ഉറക്കി എഴുതിയിട്ട് അയ്യോ വാവന്നാ ശാരല്ല. ശാരല്ല വാവ് കാണിച്ചു തരാ കേട്ടാ. അതെ നോക്കിയേ, അതെ നോക്കിയേ. ദാ പിച്ചോ. അപ്പക്ക് കാട്ടി കൊടുക്ക്. കൈമത്തെ കാട്ടി കൊടുക്ക്. അതെ കുട്ടിയുടെ കയ്യുമ്മ നോക്കിയേ. കുട്ടി എത്ര നേരമായി പറയുന്നേ? ഇങ്ങോട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തോളം പറഞ്ഞു. ഇപ്പൊ ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞ എടുത്തോളം പറഞ്ഞില്ലേ? വാവു എന്നാ കണ്ടാ? വാവു കുട്ടിയുടെ അയ്യോ നോക്കട്ടെ. വാവു അയ്യോ എൻ്റെ ശാലല്ലാട്ടാ. പ്രൈസ് കാർത്തൂൻ്റെ കയ്യുമേ വാവു വന്നിട്ടുണ്ട്. സാരില്ലടാ പൊന്നാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. പല്ല് പറിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് തുറക്കാൻ പാടില്ല. ഇത്ര തുറക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പല്ല് പറിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. വന്ന് നേരെ കിടന്നുറങ്ങലും പരിപാടിയായിരുന്നു. ഇങ്ങനെ തല ഇങ്ങനെ ഇളക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ റെസ്റ്റാണ്. ബർഗർ ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ബർഗർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളതിൽ മുന്നിൽ ബർഗർ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതേ സെയിം ബർഗർ തന്നെയാണോ വീണ്ടും ഓർഡർ ചെയ്തത്? ഇതാണ് ഞാൻ പല്ല് വേദനിക്കുമ്പോൾ ഓർഡർ ചെയ്ത ബർഗർ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എനിക്ക് നിങ്ങളെ കാണിച്ചിട്ട് കഴിക്കാനായിട്ടൊരു വൈബില്ല. കാരണം എനിക്ക് അധികം വായ തുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പൊട്ടിച്ച് മെല്ലെ വേണം കഴിക്കാൻ. ഓക്കെ, ശരി. അപ്പോൾ